ഹായ് സ്റ്റുഡൻസ്, +1 കൊമേഴ്സിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ഞാൻ ഓൾറെഡി നിങ്ങളുമായിട്ട് 2 ക്ലാസ്സുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ 2 ക്ലാസ്സിനും വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട്. സോ ഞാൻ ഇനി ഒരു 3 ക്ലാസ് കൂടി മാത്രമായിരിക്കും ഇതുപോലെ സൗജന്യമായിട്ട് നൽകുക. അങ്ങനെ ടോട്ടൽ 5 ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുക. ഓക്കെ, ആ ക്ലാസ്സുകൾ കേട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം +1 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളും വളരെ വിശദമായി തന്നെ ട്യൂഷനായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ കേട്ട് ഇഷ്ടപ്പെടുന്നത് പുറയ്ക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മുഴുവൻ ചാപ്റ്ററുകളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കണക്കുകളും വർക്കൗട്ട് ചെയ്യിപ്പിച്ച് തന്നെ ട്യൂഷനായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ആദ്യത്തെ 5 സൗജന്യ ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും വൃത്തിയായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ട്യൂഷന് താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ 2 ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ ശരിക്കും കൊമേഴ്സ് എന്താണെന്ന് മാത്രമേ പറഞ്ഞോളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യവും നിങ്ങൾ ഈ പഠിക്കുന്ന കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെന്ന് പറയുമ്പോൾ എന്താണ് കൊമേഴ്സ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞു തന്നു. ഓക്കെ, രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് ഈ അക്കൗണ്ടിങ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന്. മീനിങ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് കിടക്കുന്ന മീനിങ് ഒന്നുമല്ല ഞാൻ പഠിപ്പിച്ചത്. ടെക്സ്റ്റ് ഞാൻ ഇതുവരെ തുറക്കാൻ പോലും പറഞ്ഞിട്ടില്ല. ശരിക്കും എന്താണ് അക്കൗണ്ടിങ് എന്നതിൻ്റെ ഒരു ഐഡിയ മാത്രമാണ് തന്നത്. അക്കൗണ്ടിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്: ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. കാര്യം ബിസിനസ്സിൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 100 കണക്കിന് കാര്യങ്ങൾ നടക്കും, അല്ലേ? ഞാനന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ചെറിയൊരു കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ ഒരു ദിവസത്തെ കാര്യം പോലും പെട്ടെന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ കാണില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനകത്ത് നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കണം. അതുപോലെ ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ എല്ലാ ബിസിനസ്സുകാരും ഒരുപോലെ തന്നെ രേഖപ്പെടുത്തണം എന്നതുകൊണ്ട് തന്നെ അത് എങ്ങനെ വേണം, എങ്ങനെയാണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ബുക്കിൽ രേഖപ്പെടുത്തുന്നത്, ആ ഒരു പഠനമാണ്, ആ രീതി നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് അക്കൗണ്ടിങ് എന്ന് ഞാൻ പറഞ്ഞു. ഇത്രേ ഉള്ളൂ അക്കൗണ്ടിങ്. ഇതിൽ കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കേണ്ട കാര്യവുമില്ല. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലായാലും ഇപ്പോൾ ഈ പറഞ്ഞതിനകത്തായാലും 2-3 തവണയായിട്ട് ആവർത്തിക്കുന്ന എന്താണ്? ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ബിസിനസ് തുടങ്ങിയതിന് ശേഷം ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കണമെന്നതിനെ പറ്റിയാണ്. പക്ഷേ അവിടെ നിങ്ങൾ ചിന്തിക്കണം, ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ എഴുതി വെക്കണം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണോ അപ്പോൾ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് വരേണ്ടത്? അങ്ങനല്ല. ബിസിനസ് തുടങ്ങുക എന്നത് തൊട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കാം. തെറ്റ്. അങ്ങനെയല്ല. ബിസിനസ് തുടങ്ങുന്നത് തന്നെ ബിസിനസ്സിൻ്റെ കാര്യം തുടങ്ങിയെന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമല്ല, ബിസിനസ് ആരംഭിക്കുന്നിടം മുതൽ ബിസിനസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ അക്കൗണ്ടിങ് ഉണ്ട്. സോ ഞാൻ നിങ്ങളെ ഈ ഒരു ക്ലാസ്സിൽ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്, നമുക്കൊരു ബിസിനസ് ചെയ്ത് നോക്കാം. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ബിസിനസ് നടത്താം. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എന്ത് ബിസിനസ് ചെയ്യാം? എൻ്റെ മനസ്സിലുള്ളത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയാൽ എന്താ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്താം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കൊരു ബിസിനസ് നടത്താൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ബിസിനസ് ഐഡിയയാണ്. ആ ഐഡിയ കിട്ടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്താം, അല്ലേ? ഐഡിയ മാത്രം മതിയോ? ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ കിട്ടി, നമുക്ക് നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്താം. ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ബിസിനസ് നടത്താൻ എന്താണ്? ഐഡിയയൊക്കെ ഒരുപാടുണ്ട്, ശരി. ബിസിനസ് നടത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കയ്യിൽ പൈസ വേണം, അല്ലേ? ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് കയ്യിൽ പൈസ വേണം. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട് എന്ന് അസ്യൂം ചെയ്യും. എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, റെഡി ക്യാഷ്. 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 10 ലക്ഷം രൂപയാണല്ലോ അപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് ഇടാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ഈ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാം. ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് മുതലാളി ആദ്യമായിട്ട് കൊണ്ടുവരുന്ന പൈസയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്? കൊമേഴ്സുകാർ കേൾക്കാൻ പറയുവാണ്. ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്
ഒരു ബിസിനസ് നടത്താനായി അതിൻ്റെ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ മുതലാളി ആദ്യമായിട്ട് മുടക്കുന്ന തുകയാണ്, ഇനിഷ്യലി മുടക്കുന്ന തുകയാണ് ക്യാപിറ്റൽ. അപ്പം ഞാനിപ്പോൾ 10 ലക്ഷം രൂപ കയ്യിലുണ്ട്, 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ബിസിനസ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലാണ് 10 ലക്ഷം. അപ്പോൾ ഒരു വാക്ക് പഠിച്ചു കേട്ടോ, അതൊന്ന് ബുക്കിലോട്ട് കുറിച്ച് വെച്ചോ, ക്യാപിറ്റൽ. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ആദ്യം, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം പണം മുടക്കണം. മുതലാളി ആദ്യമായിട്ട് പൈസ മുടക്കണം. കയ്യിൽ പണം ഉണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ കയ്യിലല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിയാലും കയ്യിൽ പൈസ വരുത്തിയേ പറ്റൂ അല്ലേ. അപ്പോൾ മുതലാളി ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്യാപിറ്റൽ. ക്യാപിറ്റൽ, ദ മണി ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ. ദ മണി ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ എന്നാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് ഞാൻ 10 ലക്ഷം രൂപ മുടക്കി. ആ 10 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരിക്കൽ കൂടെ പറയാം, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അപ്പോൾ 10 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഈ 10 ലക്ഷം രൂപ ഞാൻ ഒരു മേശപ്പുറത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് നടക്കൂ? എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, ഞാനത് മുടക്കാൻ തയ്യാറാണ്. 10 ലക്ഷം രൂപയാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇടാൻ പോകുന്നത്, എൻ്റെ ക്യാപിറ്റൽ, എൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഈ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് എൻ്റെ ക്യാപിറ്റൽ, ഇതാണ് എൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ പറ്റൂ? പറ്റില്ല. പണം വെറുതെ കയ്യിൽ വെച്ചിരുന്നാൽ പോരാ. ആ പണം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാനൊക്കെ പോകണം? ആ പണം ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഞാൻ സ്വന്തമായിട്ട് ഒരു വസ്തു വാങ്ങി അതിൽ ബിൽഡിങ് പണിയാൻ പോവുകയാണ്. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആരുടെയും ബിൽഡിങ് വാടകയ്ക്ക് എടുക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ സ്വന്തമായിട്ടൊരു പുരയിടം വാങ്ങി അതിലൊരു ബിൽഡിംഗ് കെട്ടിയാണ് എൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പ് പണിയാൻ പോകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോ, കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. 10 ലക്ഷം എന്നത് അസംഷനായിട്ടിരിക്കട്ടെ, ഒരു ചെറിയ എമൗണ്ട് പറയുന്നു. ഓക്കെ, അപ്പോൾ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ആ 10 ലക്ഷം രൂപയും ഞാൻ ബിസിനസ്സിലേക്ക് മുടക്കാൻ തയ്യാറാണ്. ഇറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ 10 ലക്ഷം രൂപ ഇവിടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വല്ലവരുടെയും ബിൽഡിംഗ് വാങ്ങാൻ താല്പര്യമില്ല, സ്വന്തമായിട്ടൊരു പുരയിടം വാങ്ങി അതിലൊരു ബിൽഡിംഗ് കെട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് ലാൻഡ് വാങ്ങാം. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണല്ലോ. അപ്പോൾ ഈ 10 ലക്ഷം രൂപയിൽ ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് 2 ലക്ഷം രൂപ കൊടുത്ത് ലാൻഡ് വാങ്ങി. 2 ലക്ഷം രൂപ കൊടുത്ത് ലാൻഡ് വാങ്ങി. ഇനി എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഇനി എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 8 ലക്ഷം രൂപ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 8 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയുടെ ലാൻഡുമുണ്ട്. കറക്റ്റാണോ? അപ്പോഴും എൻ്റെ ക്യാപിറ്റൽ 10 ലക്ഷം തന്നെ. ഇപ്പോഴും എൻ്റെ ക്യാപിറ്റൽ, ഞാൻ മുടക്കിയത് എത്രയാണ്? ഇപ്പോഴും 10 ലക്ഷം തന്നെ. അതിൽ 8 ലക്ഷം രൂപ കയ്യിലിരിപ്പുണ്ട്, 2 ലക്ഷം രൂപ ലാൻഡായി. ഓക്കെയാണ്. അപ്പോഴും എൻ്റെ ക്യാപിറ്റൽ 10 ലക്ഷം തന്നെ. ലാൻഡ് മേടിച്ചു, നല്ലൊരു പ്ലോട്ട്, നല്ലൊരു വസ്തു കിട്ടി, അതങ്ങ് വാങ്ങി. ഇനി എന്ത് ചെയ്യണം? അതിനകത്തൊരു ബിൽഡിങ് പണിയണം. ഒരു 3 ലക്ഷം രൂപ കൊടുത്തൊരു ബിൽഡിംഗ് അങ്ങ് കെട്ടിപ്പണിഞ്ഞു. ഒരു 3 ലക്ഷം രൂപ ചിലവാക്കി ബിൽഡിംഗ് അങ്ങ് പണിഞ്ഞു. ബിൽഡിംഗ് പണിഞ്ഞു അല്ലേ? 3 ലക്ഷം രൂപ മുടക്കി ബിൽഡിംഗ് പണിഞ്ഞു. അപ്പോൾ കെട്ടിടമായി. ഇനി എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഇനി എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ബാക്കി 5 ലക്ഷം കയ്യിലുണ്ട്. ഇപ്പോഴും എൻ്റെ മുതൽ മുടക്ക് 10 ലക്ഷം തന്നെ. ഇപ്പോഴും ഞാൻ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്ന് 2 ലക്ഷം രൂപയുടെ ലാൻഡും 3 ലക്ഷം രൂപ ഉപയോഗിച്ച് ബിൽഡിങ്ങും പണിഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഈ ബിൽഡിംഗ് പണിയിട്ടിട്ട് ഇതിനകത്ത് ഇനി കുറച്ച് ഫർണിച്ചർ വാങ്ങിയിടണ്ടേ? കുറച്ച് ഫർണിച്ചർ വാങ്ങിയിടണ്ടേ? ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി. എക്സാമ്പിളായിട്ടിരിക്കട്ടെ, 2 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കസേര, മേശ, മറ്റു കാര്യങ്ങളെല്ലാം ഒരു അലമാര, ടെക്സ്റ്റൈൽ ഷോപ്പല്ലേ, അപ്പോൾ അലമാര മറ്റു കാര്യങ്ങളെല്ലാം ഷെൽഫെല്ലാം അടിച്ചു, AC എല്ലാം ഫിറ്റ് ചെയ്തു. അപ്പോൾ ഫർണിച്ചർ എല്ലാം റെഡിയാക്കി. ഇനി എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഇനി എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 3 ലക്ഷം. 3 ലക്ഷം. ഓക്കെ, ഞാൻ ഈ എൻ്റെ കടയോട്ട് ബന്ധപ്പെട്ട് എൻ്റെ കടയുടെ ആവശ്യത്തിനായിട്ട് ഒരു വാഹനം വാങ്ങി, ഒരു വാൻ മേടിച്ചു. ഒരു വാൻ മേടിച്ചു 2 ലക്ഷം രൂപയ്ക്ക്. 2 ലക്ഷം രൂപയുടെ വാൻ. ഇനി എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഇനി എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 1 ലക്ഷം. അപ്പോൾ ഇതുവരെയുള്ള കഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്താൻ താല്പര്യം കാണിക്കുന്നു. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ഞാൻ ആ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ആദ്യം 2 ലക്ഷം രൂപയ്ക്ക്, നോക്കൂ, 2 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങി, 3 ലക്ഷം രൂപയ്ക്ക് ബിൽഡിംഗ് പണിഞ്ഞു, 2 ലക്ഷം രൂപയ്ക്ക് ഫർണിച്ചർ, 2 ലക്ഷം രൂപയുടെ ഒരു വാൻ മേടിച്ചു. ഇപ്പം കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പല പല രൂപത്തിലായിട്ട് മാറി. ആണല്ലോ. ഈ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം റെഡിയാക്കി ഇട്ടിട്ട് ഇനി ഞാൻ തുണി വാങ്ങി വെക്കണ്ടേ? ഇനി ഞാൻ തുണി വാങ്ങി വെക്കണ്ടേ? സ്റ്റോക്ക് എന്ന് പറയും.
സ്റ്റോക്ക് എടുക്കണ്ടേ, വിൽക്കണമെങ്കിൽ വാങ്ങി വെക്കണ്ടേ. നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഒഴിഞ്ഞ അലമാരകളാണോ? അല്ല, ആ അലമാരകളെല്ലാം നിറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവർ മറ്റുള്ളവരുടെ നിന്ന് വാങ്ങി വെച്ചിരിക്കുവാണ്. നമ്മൾ വലിയ വലിയ മുതലാളിമാരുടെ കയ്യിൽ നിന്നും ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് തുണി എടുക്കണം. ഞാൻ ഈ കയ്യിലുണ്ടായിരുന്ന 1,00,000 രൂപ ഉപയോഗിച്ച് തുണി വാങ്ങി വെച്ചു. 1,00,000 രൂപയ്ക്ക് സ്റ്റോക്ക് എടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. അതിന് ബിസിനസ്സിൽ വിൽക്കാൻ ആവശ്യമുള്ള സാധനം വാങ്ങി വെക്കുന്നതിനെ സ്റ്റോക്ക് എടുത്തു എന്ന് പറയും. നിങ്ങൾക്ക് ആ വാക്കൊക്കെ അറിയാം, ബിസിനസ്സിൽ സ്റ്റോക്ക് എടുത്തു എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ അതൊരു 1,00,000 രൂപ. ഇപ്പോൾ ഇനി എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല, 0. ഇനി ഈ കഥ ഒന്നും കൂടെ കേട്ടെ. 10,00,000 രൂപ കയ്യിലുണ്ടായിരുന്ന ഞാൻ 2,00,000 രൂപ കൊടുത്ത് ലാൻഡ്, 3,00,000 രൂപ കൊടുത്ത് ബിൽഡിങ്, 2,00,000 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി, 2,00,000 രൂപയുടെ ഒരു വാനും വാങ്ങിയതിന് ശേഷം 1,00,000 രൂപയുടെ തുണി എടുത്ത് ബിസിനസ്സിനകത്തങ്ങ് നിറച്ചങ്ങ് വെച്ചു. ദ ബിസിനസ് ഈസ് റെഡി, ദ ഷോപ്പ് ഈസ് റെഡി. ഇനി ഉദ്ഘാടനം ചെയ്താൽ മതി. ഇനി എൻ്റെ കട നാളെ ഉദ്ഘാടനം ചെയ്താൽ മതി. ആണല്ലോ. ശരി, ഇവിടം വരെയുള്ള കഥ നമുക്കൊന്ന് പരിശോധിച്ചാൽ ഇപ്പോഴും എൻ്റെ ക്യാപിറ്റൽ നോക്കിയേ, ഈ 10,00,000 തന്നെ. ഞാൻ കൊണ്ടുവന്ന പൈസ പല രൂപത്തിലായിട്ട് മാറിയെന്നേ ഉള്ളൂ. ഇപ്പോഴും എൻ്റെ മുതൽ മുടക്ക് 10,00,000 തന്നെയാണ്. കാര്യം എന്താ? എൻ്റെ തന്നെയാണ് ഈ പറയുന്ന ലാൻഡും ബിൽഡിങ്ങും എല്ലാം ഞാൻ ആ പൈസ കൊടുത്തല്ലേ വാങ്ങിയത്. അതെ, അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ ഇപ്പോഴും എത്ര രൂപ തന്നെയാണ്? എൻ്റെ മുതൽ മുടക്ക്, ബിസിനസ്സിലുള്ള മുതൽ മുടക്ക് 10,00,000 രൂപ തന്നെയാണ്. 10,00,000 രൂപ തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം ഒരു വാക്ക് പഠിപ്പിച്ചു. നമ്മൾ ആദ്യമായിട്ട് ബിസിനസ് നടത്താൻ വേണ്ടി കൊണ്ടുവരുന്ന പൈസയാണെന്ത്? ക്യാപിറ്റൽ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് നോട്ട് എഴുതി വെക്കണമെന്നില്ല, ഈ കഥ കേട്ട് ചുമ്മാ കഥ കേൾക്കണോ. അക്കൗണ്ടിങ് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക. നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ക്യാപിറ്റൽ അങ്ങനെ ഒന്നും വേണ്ട, ടെൻഷൻ ഒന്ന് മാറ്. ബിസിനസ് നടത്താൻ ആദ്യമായിട്ട് കുറച്ച് പൈസ കൊണ്ടുവരണം. അതിനെ ക്യാപിറ്റൽ ഒന്ന് വിളിക്ക്. ഒരു വിളിപ്പേ. നിങ്ങൾ എത്രയോ പേരുകൾ പഠിച്ചു വെച്ചിരിക്കുന്നു. ഇനി ഒരു പേരും കൂടെ പഠിച്ചോ, ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, വാൻ, അതായത് ഒരു വണ്ടി മേടിച്ചു, പിന്നെ കുറച്ച് തുണി വാങ്ങി നിറച്ചു. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അഥവാ ബിസിനസ് കെട്ടിപ്പടുത്താനായിട്ട് നമുക്ക് ലാൻഡും ബിൽഡിങ്ങും ഫർണിച്ചറും എല്ലാം വേണം. ഇത് വാങ്ങുന്ന പൈസ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിൽ നിന്നാണ്. ഇത്രയും മനസ്സിലായോ? സോ ഈ പറയുന്ന ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, വാൻ, സ്റ്റോക്ക്, ഇതിനെയൊക്കെയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് പൈസ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചാൽ ബിസിനസ് ആവില്ല. ബിസിനസ് ആവണമെങ്കിൽ, ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ബിസിനസ്സിന് ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, AC, വാഹനങ്ങൾ, ഇതെല്ലാം മേടിക്കണം. പിന്നെ അവസാനം സ്റ്റോക്ക് മേടിച്ച് നിറച്ച് വെക്കണം. ആ പറയുന്ന കാര്യങ്ങളായ ഈ പറയുന്ന ലാൻഡും ബിൽഡിങ്ങിനൊക്കെ ചേർത്താണ് നമ്മൾ ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ നടത്തിപ്പിന് വേണ്ടി, ബിസിനസ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങി വെക്കുന്ന പണത്തിൻ്റെ മൂല്യത്തിൽ പണത്തിന് തുല്യമാണ്. അസറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ നടത്തിപ്പിന്, ബിസിനസ് മുന്നോട്ട് പോകുന്നതിനായി നമ്മൾ വാങ്ങി വെക്കുന്ന വാല്യുബിൾ തിങ്സ്, അതായത് പണത്തിൻ്റെ മൂല്യമുള്ള, പണം കൊണ്ട് വാങ്ങുന്ന അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എന്തൊക്കെ വാങ്ങണം? ലാൻഡ് വാങ്ങണം, അതിനകത്ത് ബിൽഡിംഗ് പണിയണം, ഫർണിച്ചർ വാങ്ങണം, വാഹനങ്ങൾ വാങ്ങണം, ലാസ്റ്റ് സ്റ്റോക്ക് വാങ്ങി വെച്ചു. ഇതാണല്ലോ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുവരെ എന്താ സംഭവിച്ചത്? 10,00,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. 10,00,000 രൂപ. അപ്പോൾ ആദ്യം ക്യാഷ് ആയിട്ടല്ല, ചക്കയായിട്ടോ മാങ്ങയായിട്ടോ അല്ലല്ലോ കൊണ്ടുവന്നേ. അല്ല, ക്യാഷായിട്ട് തന്നെയാണ്. ശരി, എന്നിട്ട് നമ്മൾ ഇതുപയോഗിച്ച് പല അസറ്റുകൾ വാങ്ങി. അതിനെ അസറ്റ് എന്നാണ് പറയുന്നത്. ലാൻഡ്, ഫർണിച്ചർ, അല്ലേ? ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, വെഹിക്കിൾ, സ്റ്റോക്ക് എടുത്തു. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിൽക്കാനായി തുണി വാങ്ങി വെച്ചു. ഇത്രയും മനസ്സിലായോ? ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യം കൊണ്ടുവന്ന 10,00,000 രൂപ ക്യാഷ് വേറെ കുറേ ഫോമിലായിട്ട് മാറി. അപ്പോഴും എൻ്റെ ക്യാപിറ്റൽ എത്ര തന്നെയാണ്? ക്യാപിറ്റൽ അപ്പോഴും 10,00,000 തന്നെയാണ്. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ക്യാപിറ്റൽ. ഇത്രയും ഓക്കെയാണ്. അപ്പോൾ ക്യാപിറ്റൽ എന്താണെന്നും മനസ്സിലായി, അസറ്റ് എന്താണെന്നും മനസ്സിലായി. സിമ്പിളായിട്ട് മനസ്സിലായല്ലോ ക്യാപിറ്റൽ എന്താണ്, അസറ്റ് എന്താണെന്നും. ശരി, ഇനി നമ്മൾ ഏതൊക്കെ അസറ്റാണ് വാങ്ങിയെന്ന് ഒന്നും കൂടെ ഓർത്ത് നോക്കി. ഏതൊക്കെ അസറ്റാണ് നമ്മൾ വാങ്ങിയത്? ലാൻഡ്, ബിൽഡിംഗ്, എന്നിട്ട് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, വെഹിക്കിൾ, സ്റ്റോക്ക്. മതി, ഇത്രയല്ലേ വാങ്ങിയോളൂ. ശരി, അപ്പോൾ ഏതൊക്കെയാണ് വാങ്ങിയത്? ലാൻഡ്,
ബിൽഡിംഗ്, ഫർണിച്ചർ, വെഹിക്കിൾ, സ്റ്റോക്ക്, ഇതൊക്കെയാണല്ലോ വാങ്ങിയത്. ഞാനിവിടെ 5 അസറ്റിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇത് 5ഉം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചോണേ, ലാൻഡ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ബിസിനസ് എത്ര കാലം ഉണ്ടോ അത്രയും കാലം ആ ലാൻഡ് അവിടെ അസറ്റായിട്ട് വേണം. എൻ്റെ ആഗ്രഹം അതാ, ദൈവമേ എൻ്റെ ലാൻഡ് ഇടിഞ്ഞ് താന്ന് പോവല്ലേ. അപ്പം നമ്മൾ എത്ര കാലം ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു അത്രയും കാലം ആ ലാൻഡ് അവിടെ ഉണ്ട്. അതുപോലെ ബിൽഡിങ്ങും അവിടെ കാണും. ദൈവമേ ഒരു പോറൽ പോലും വരല്ലേ എന്ന് വിചാരിച്ച് തന്നെയാണ് ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും ആ ബിൽഡിംഗ് അതുപോലെ അവിടെ ഉണ്ടാവണേ. ഫർണിച്ചർ, നമ്മുടെ പ്രാർത്ഥന അങ്ങനെ തന്നെയാണ്. ഫർണിച്ചറിന് ഒരു കേടുപാടും വരല്ലേ, ബിസിനസ് അവസാന കാലം വരെയും, എത്ര കാലം ബിസിനസ് ചെയ്യോ അത്രയും കാലം ഈ ഫർണിച്ചർ തന്നെ ഉപയോഗിച്ചാൽ മതി എനിക്ക്. വെഹിക്കിൾ, നമ്മൾ വാഹനം വാങ്ങുന്നത് ഇടിച്ചു പൊളിക്കണമെന്ന് വിചാരിച്ചാണ്, അല്ല, ഇതേ ചിന്ത തന്നെ. എത്ര കാലം ഉപയോഗിക്കാവോ അത്രയും നാൾ എനിക്ക് വണ്ടി ഓടിക്കണം. പക്ഷേ സ്റ്റോക്ക്, ഇവിടുത്തെ പ്രാർത്ഥന ഒന്ന് കേൾക്കട്ടെ. സ്റ്റോക്ക്, ഈശ്വര ഭഗവാനെ സ്റ്റോക്ക് ഒന്നും വിറ്റ് പോവല്ലേ, എപ്പോഴും ആ സ്റ്റോക്ക് അവിടെ തന്നെ കാണണേ. ഇങ്ങനെ പ്രാർത്ഥിക്കൂ. എന്താ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ, ഈ സ്റ്റോക്ക് ഒന്നും ഒരിക്കലും വിറ്റ് പോകല്ലേ, എന്നും എനിക്കിത് ഇങ്ങനെ കാണാൻ പറ്റണേ. അങ്ങനെ പ്രാർത്ഥിക്കുമോ? ഇല്ല. നമ്മുടെ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് ഒന്ന് വിറ്റ് പോകണേ എന്നായിരിക്കും. ആണോ അല്ലയോ? നമ്മുടെ പ്രാർത്ഥന എന്താ? എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് ഒന്ന് വിറ്റ് പോകണം. അതായത് നമ്മൾ ഈ വാങ്ങിയിട്ടിരിക്കുന്ന അസറ്റിൽ ആദ്യത്തെ ഈ 4 അസറ്റ് എന്നും എപ്പോഴും ബിസിനസ്സിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. നമ്മുടെ ആഗ്രഹം അതാണ്. ലാൻഡും ബിൽഡിങ്ങും ഫർണിച്ചറും വെഹിക്കിളും എല്ലാം ദൈവമേ എന്നും ബിസിനസ്സിനകത്ത് തന്നെ ഉണ്ടാവണേ. സ്റ്റോക്കോ എത്രയും പെട്ടെന്ന് ബിസിനസ്സിൽ നിന്നൊന്ന് വിറ്റ് പോണേ. ഇങ്ങനല്ലേ ആഗ്രഹിക്കുന്നേ? ആണല്ലോ. സോ അങ്ങനെ ഒരുപാട് കാലം ബിസിനസ്സിൽ ഉണ്ടാകണേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അസറ്റ് തന്നെ, പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ? ഈശ്വര ദൈവമേ ഒരുപാട് കാലം ബിസിനസ്സിൽ ഉണ്ടാകണേ എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതാണ് ഫിക്സഡ് അസറ്റ്. പക്ഷേ വളരെ പെട്ടെന്നൊന്ന് ക്യാഷായി കിട്ടണേ. സ്റ്റോക്കിൻ്റെ കേസാണ്, എത്രയും പെട്ടെന്നൊന്ന് വിറ്റ് പൈസ കിട്ടണേ. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതൊന്ന് ക്യാഷായി മാറണേ. അങ്ങനെ പെട്ടെന്ന് രൂപം മാറി വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 2 വാക്ക് പഠിച്ചു. അസറ്റ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന ക്യാപിറ്റലിൽ നിന്ന് ബിസിനസ്സിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയിടുന്നു. ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, വെഹിക്കിൾ, കമ്പ്യൂട്ടർ, ഓഫീസ് എക്യുപ്മെൻറ്റ്, മെഷീനറി, സ്റ്റോക്ക്, ഇതിങ്ങനെ ഏത് വേണമെങ്കിലും മേടിച്ചിട്ടോ. അതിനകത്ത് തന്നെ 2 ടൈപ്പ് പ്രാർത്ഥനയാണ്. ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, വെഹിക്കിൾ, നമ്മുടെ പ്രാർത്ഥന എന്താ? ഒരിക്കലും നശിക്കരുത്, എന്നും ഇതൊക്കെ ഇതുപോലെ ഇവിടെ ഉണ്ടാവണേ. സ്റ്റോക്കിൻ്റെ കേസിൽ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. സ്റ്റോക്കിൻ്റെ കേസിലെ പ്രാർത്ഥന എന്താ? എത്രയും പെട്ടെന്ന് ഇതൊന്ന് വിറ്റ് തീരണേ. അങ്ങനെ നോക്കുമ്പോൾ അസറ്റിനകത്ത് വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ വന്നില്ലേ? ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നും എപ്പോഴും അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവണം. കറണ്ട് അസറ്റും, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴുക്ക് എന്നാണ്. കറണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴുക്ക് എന്നാണ്. ഒഴുക്ക് എന്ന് പറയാൻ കാര്യം അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. സ്റ്റോക്ക് വരണം, ക്യാഷ് ആവണം, രൂപം മാറിക്കൊണ്ടേയിരിക്കണം. അതാണ് ഈ കറണ്ട് അസറ്റ്. അതാണ് കറണ്ട് എന്ന വാക്ക് വരാൻ കാര്യം. നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കറണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇലക്ട്രിസിറ്റിയാണ്. അല്ല, വീട്ടിലുള്ളതിനെ ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. അതിനെ കറണ്ടെന്ന് വിളിക്കുന്നത് അതിങ്ങനെ ഒഴുകുന്നോണ്ടാണ്. ഫിസിക്സ് പഠിച്ചാൽ മതി, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ്. ഒഴുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ അസറ്റിൻ്റെ രൂപം മാറിക്കൊണ്ടേയിരിക്കും. സ്റ്റോക്ക് വിറ്റ് ക്യാഷായി, ക്യാഷ് ഉപയോഗിച്ച് വീണ്ടും സ്റ്റോക്ക് മേടിക്കുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു. അതാണ് കറണ്ട് അസറ്റ്. ലാൻഡ് എന്താ നമ്മൾ ഡെയിലി വാങ്ങുകയും വിൽക്കുകയും ചെയ്യൂ? ഇല്ല, അതെന്നും അവിടെ തന്നെ കാണും. മനസ്സിലായോ എന്താണ് ഫിക്സഡ് അസറ്റ്, എന്താണ് കറണ്ട് അസറ്റ് എന്ന്? മനസ്സിലായോ? ശരി, ഇതൊന്നും നോട്ടൊന്നും ഇപ്പോൾ എഴുതി വെക്കേണ്ട, അതൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ, ഞാനിപ്പോൾ ടെക്സ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ധൈര്യമായിട്ട് ഈ കഥ കേട്ടിരുന്നേ, ചുമ്മാ കഥ കേട്ടാൽ മതി. ഓക്കെ, സോ അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് എൻ്റെ കയ്യിൽ മറ്റേ കഥ ഓർമ്മയുണ്ടോ? എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ല. ഞാൻ ലാൻഡ് വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, വെഹിക്കിൾ വാങ്ങി, സ്റ്റോക്ക് വാങ്ങി. ഇനി ഈ സ്റ്റോക്ക് വിറ്റിട്ട് വേണം വല്ലതും കിട്ടാൻ. ഓക്കെ, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. സ്റ്റോക്ക് വിറ്റ് പൈസ കിട്ടും. ഞാൻ വീണ്ടും പോയി സ്റ്റോക്ക് എടുക്കും, വീണ്ടും സ്റ്റോക്ക് വിറ്റ് പൈസ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്നാണ് എനിക്കൊരു കമ്പ്യൂട്ടർ, 1-2 കമ്പ്യൂട്ടർ വാങ്ങിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം. ബില്ലിങ് അങ്ങ് കമ്പ്യൂട്ടറിലാക്കാം. ഇപ്പോൾ എഴുതി കൊടുക്കല, ഇപ്പം ഞാൻ ബില്ലെടുത്ത് എഴുതി കൊടുക്കുവാണ്. അപ്പോൾ ഒരാഗ്രഹം, നമ്മുടെ ബില്ലടിക്കാനായിട്ട് കമ്പ്യൂട്ടർ വാങ്ങാം. ഒരു കമ്പ്യൂട്ടർ വേണം.
ഒരാഗ്രഹമാണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടർ വേണം, ഒരു 50,000 രൂപയുടെ കമ്പ്യൂട്ടർ വേണം, കൂടിയതായിക്കോട്ടെ, നല്ല കൂടിയ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ. എൻ്റെ ആഗ്രഹം മനസ്സിലായോ? എനിക്കൊരു 50,000 രൂപയുടെ കമ്പ്യൂട്ടർ വേണം. എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ല. കയ്യിലിപ്പോൾ പൈസ ഇല്ല. വിൽപ്പന നടന്ന പൈസ അത് സ്റ്റോക്ക് എടുത്ത് തീർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ 50,000 രൂപ ഒരുമിച്ചെടുക്കാൻ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് കരുതി എനിക്ക് കമ്പ്യൂട്ടർ വാങ്ങാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നു അറിയാം? ഉടനെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. എടാ, ഒരു 50,000 രൂപ വേണമല്ലോ. എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞാൽ ഒരു 50,000 രൂപ വേണം, കടമായിട്ട് തന്നാൽ മതി. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുവാണ്, കടമായിട്ട് തന്നാൽ മതി, എനിക്കൊരു 50,000 രൂപ വേണം. ഉടനെ പുള്ളിക്കാരൻ, ആ കൂട്ടുകാരൻ മിസ്റ്റർ എക്സ് ആണെന്ന് വിചാരിച്ചു, കൂട്ടുകാരൻ എനിക്കൊരു 50,000 രൂപ കൊണ്ടു തന്നു. കടമായിട്ടാണേ. ഇവിടെ എനിക്ക് എൻ്റെ ക്യാപിറ്റൽ തീർന്നുപോയി. ഞാൻ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഓരോ കാര്യങ്ങൾ മേടിച്ച് തീർന്നുപോയി. എന്നിട്ട് എനിക്ക് വീണ്ടും പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ ഞാൻ പുറത്തുനിന്ന് കടം വാങ്ങണം. ഇതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്, വാങ്ങിയേ പറ്റൂ. അങ്ങനെ പുറത്ത് നിന്ന് കടം മേടിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ അവിടെ സഹായത്തിനെത്തി. അവൻ എനിക്ക് 50,000 രൂപ കൊണ്ടു തന്നു. ആണല്ലോ, ഞാൻ ഇനി ഇത് തിരിച്ചു കൊടുക്കണമല്ലോ. ഉറപ്പായിട്ടും കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. ഞാനപ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പൈസ തിരിച്ചു കൊടുക്കുന്നത് വരെ എൻ്റെ കൂട്ടുകാരൻ എനിക്കൊരു ബാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ പണത്തിൻ്റെ പുറത്ത് എനിക്കൊരു ബാധ്യതയുണ്ട്. ഞാൻ തരാൻ കേട്ടോ, ഒരു മാസം തരാൻ കേട്ടോ. അപ്പോൾ ആ ഒരു മാസം എനിക്ക് അവനോടൊരു ബാധ്യതയുണ്ട്. അളിയടാ, ഒരു മാസം തരാമെന്ന് പറഞ്ഞാൽ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാസം പണം തിരിച്ചു കൊടുക്കുന്നിടം വരെ എനിക്ക് അവനോടൊരു ബാധ്യതയുണ്ട്, 50,000 രൂപയുടെ ബാധ്യത. ഓക്കെയാണേ. ഇങ്ങനെ ക്യാപിറ്റൽ തികയാതെ വരുമ്പോൾ ബിസിനസ്സുകാർ കടം വാങ്ങും, ഉറപ്പായിട്ടും വാങ്ങും. അങ്ങനെ കടം വാങ്ങി വെക്കുന്നതിനെയാണ് നമ്മൾ ലൈബിലിറ്റി എന്ന് പറയുന്നത്. ആ കടത്തിനെ വിളിക്കുന്ന ഇംഗ്ലീഷ് പേര് ബാധ്യത എന്ന് പറയും. അതാണ് മക്കളെ ലൈബിലിറ്റി. എന്താ അപ്പോൾ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പ്രവർത്തിക്കാൻ ആവശ്യമായ പണം കിട്ടാതെ വരുമ്പോൾ ബിസിനസ് പുറത്തുള്ള ആൾക്കാരുടെ നിന്ന് പണം കടം വാങ്ങും. അത് ആളുകളുടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. എന്ത് തന്നെ ആയാലും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന കടമാണ് ലൈബിലിറ്റി. അപ്പോൾ ആ വാക്ക് വന്നല്ലോ, പുതിയൊരു വാക്ക് വന്നല്ലേ, ലൈബിലിറ്റി എന്നുള്ള വാക്ക് വന്നു, ബാധ്യത. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മിസ്റ്റർ എക്സിൻ്റെ നിന്നാണ് കടം മേടിച്ചത് 50,000 രൂപ. ഓക്കെ ആണേ. ഞാൻ എന്നിട്ട് അവനോട് പറയുവാണ്, എടാ ഒരു മാസത്തിനകം തരാളിയാ, ഒരു മാസത്തിനകം തന്നിരിക്കും എന്ന് ഞാനോട് പറയുവാണ്. ഒരു മാസത്തിനകം തന്നിരിക്കും. വളരെ പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ്. അപ്പോൾ അത് ഒരു മാസത്തെ സമയമേ ഉള്ളൂ. ഒരു മാസത്തിനകം ഞാനത് തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ മോശമാണ്. ഞാനപ്പോൾ വളരെ പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ് മിസ്റ്റർ എക്സിൻ്റെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അത് ഞാൻ ഒരു മാസത്തിനകം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടെ അതങ്ങ് തീർന്നു കിട്ടി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു പുതിയ ബിൽഡിംഗ്, അതായത് എൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുകളിലേക്ക് ഒരു നില കൂടി കെട്ടാൻ താല്പര്യം. ബിസിനസ്സൊക്കെ ഡെവലപ്പായി കാണുമായിരിക്കും. ഓക്കെ, എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമല്ലേ, നടക്കട്ടെ. ബിസിനസ്സൊക്കെ ഡെവലപ്പായി എന്ന എൻ്റെ ഒരു വിചാരം കൊണ്ട് ഞാനിപ്പോൾ ഉള്ള ബിസിനസ്സിൻ്റെ ബിൽഡിങ്ങിന് മുകളിൽ ഒരു നില കൂടെ കെട്ടാൻ തീരുമാനിച്ചു. ഓക്കെ ആണേ. പക്ഷേ പ്രശ്നം പൈസയില്ല. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോഴും എൻ്റെ ഈ പൈസയില്ല. 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപ വേണം. കൂട്ടുകാരൻ്റെ ഇല്ല. 2 ലക്ഷം ഒന്നും എൻ്റെ ഇല്ല. ഉടനെ ഞാൻ ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യും. ഞാൻ ബാങ്കിൽ ചെല്ലുന്നു, എല്ലാ കാര്യങ്ങളും ഫോർമാലിറ്റി എല്ലാം കാണിച്ച് ഞാൻ 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ബാങ്ക് പറയുവാണ് 5 വർഷത്തിനകം അടച്ചു തീർക്കണം. എങ്ങനെ 5 വർഷത്തിനകം അടച്ചു തീർക്കണം. കൂട്ടുകാരൻ എനിക്ക് എത്ര സമയം തന്നത്? 1 മാസം. കാര്യം അവന് പൈസയ്ക്ക് അത്യാവശ്യം കാണും, എന്തോ ആയിക്കോട്ടെ. ബാങ്ക് എനിക്ക് എത്ര സമയം തന്നു? 5 വർഷം. നിങ്ങൾ വളരെ കെയർഫുൾ ആവണേ. രണ്ടും കടമാണ്. കൂട്ടുകാരൻ്റെ നിന്ന് ഞാൻ കടം വാങ്ങി, ബാങ്കിൽ നിന്നും കടമെടുത്തു. കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു 1 മാസത്തിനകം തിരിച്ചു തരണം. ബാങ്ക് പറയുന്നു 5 കൊല്ലത്തെ ലോണാണ്, 5 കൊല്ലത്തിനകം തിരിച്ചടയ്ക്കണം. ഇങ്ങനെ തിരിച്ചടയ്ക്കേണ്ട സമയപരിധി വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചടയ്ക്കേണ്ട ടൈമിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന ബാധ്യത 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? എന്താ അതിൻ്റെ ബേസ്? നമുക്ക് തിരിച്ചടവിനുള്ള സമയം, എത്ര നാൾ നമുക്ക് തിരിച്ചടയ്ക്കാൻ കിട്ടും. 1 വർഷത്തിനകം തിരിച്ചടയ്ക്കണമെങ്കിൽ, 1 വർഷത്തിനകത്ത് തിരിച്ചടയ്ക്കണമെങ്കിൽ നിങ്ങളതിനെ കറണ്ട് ലൈബിലിറ്റി എന്ന് വിളിക്കണം. 1 വർഷത്തിനകം തിരിച്ചടയ്ക്കണമെങ്കിൽ നിങ്ങൾക്കതിനെ കറണ്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലൈബിലിറ്റി എന്നും വിളിക്കാം. അപ്പോൾ 1 ഇയർ ആണ് ടൈമെങ്കിൽ,
1 വർഷത്തിനകത്താണെങ്കിൽ കറണ്ട് ലൈബിലിറ്റി എന്നോ ഷോർട്ട് ടേം ലൈബിലിറ്റി എന്നോ വിളിച്ചോ. കറണ്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലൈബിലിറ്റി, പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ബാധ്യത എന്ന് വിളിക്കാം. പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണ് കറണ്ട് ലൈബിലിറ്റി. ബിസിനസ്സിനുണ്ടാകാമല്ലോ, അതൊക്കെ സിമ്പിളായിട്ടുണ്ടാവും. അതല്ല 1 വർഷം കഴിഞ്ഞ് പതുക്കെ കൊടുത്തു തീർത്താൽ മതി, 5 വർഷമോ 2 വർഷമോ 8 വർഷമോ കഴിഞ്ഞ് പതുക്കെ തീർത്താൽ മതി എന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ടേം ലൈബിലിറ്റി എന്ന് പറയും. എന്ത് പറയും? ലോങ് ടേം ലൈബിലിറ്റി. വളരെ പതുക്കെ 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 കൊടുത്തു തീർത്താൽ മതി, വളരെ പതുക്കെ കൊടുത്തു തീർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനെ ലോങ് ടേം ലൈബിലിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ടെക്സ്റ്റൈൽ ഷോപ്പ് മുന്നോട്ട് പോകുമ്പോൾ പൈസ തികയാതെ വന്നാൽ കറണ്ട് ലൈബിലിറ്റിയും എടുക്കാം, അതല്ലെങ്കിൽ ലോങ് ടൈം ലൈബിലിറ്റിയും എടുക്കാം. എന്താ കറണ്ട് ലൈബിലിറ്റി? വളരെ പെട്ടെന്ന് തിരിച്ചടയ്ക്കണം. എന്താ ലോങ് ടൈം ലൈബിലിറ്റി? പതുക്കെ തിരിച്ചടച്ചാൽ മതി, പതുക്കെ തിരിച്ചടച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഞാൻ ആദ്യം ക്യാപിറ്റലായിട്ട് പൈസ കൊണ്ടുവന്നു, അത് പല 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 കാര്യങ്ങൾക്ക് ചിലവായി. അതിനെയാണ് നമ്മൾ അസറ്റ് വാങ്ങി എന്ന് പറയുന്നത്. അസറ്റ് തന്നെ ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ടെന്ന് പഠിച്ചു. എന്നിട്ട് പൈസ തികയാതെ വന്നപ്പോൾ ഞാൻ കൂട്ടുകാരൻ്റെ നിന്ന് ലോൺ എടുത്തു, കൂട്ടുകാരൻ്റെ നിന്ന് കടം വാങ്ങി. പക്ഷേ അത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം, കറണ്ട് ലൈബിലിറ്റി. പിന്നെ ഒരു ആവശ്യത്തിന് പൈസ വന്നപ്പോൾ ഞാൻ ബാങ്ക് ലോൺ എടുത്തു, അതാണ് ലോങ് ടേം ലൈബിലിറ്റി. ഓക്കെ, സോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ ഈ പറയുന്ന പെടാപ്പാടെല്ലാം പെടുന്നത് ബിസിനസ് മുന്നോട്ട് നടത്തി പോകാൻ വേണ്ടിയല്ലേ, ബിസിനസ് മുന്നോട്ട് നടത്തി പോകാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാൻ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട്, ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായിട്ട് എനിക്ക് പൈസ തികയാതെ വന്നപ്പോൾ ഞാൻ കടം മേടിച്ചു, ബിസിനസ് നടത്തി. അപ്പോൾ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബിസിനസ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറേ കോൺടാക്ട്സ് ഒക്കെ ആയി. ഞാൻ ഇപ്പോൾ ഒരു വലിയൊരു ബിസിനസ്സുകാരനാണല്ലോ. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് തുണി എടുക്കുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് തുണി എടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് തുണി വാങ്ങിക്കൊണ്ടിരുന്നത്. കൃത്യമായിട്ട് പൈസ കൊടുക്കണം, കാര്യം ഞാൻ ഒരു വലിയ ആളൊന്നും അല്ലല്ലോ. അങ്ങനെ ബിസിനസ് നടന്ന് ഞാനൊരു ഇത്തിരി വലിയ ആളായി, തരക്കേടില്ലാതെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായപ്പോൾ എനിക്ക് തുണി തന്നുകൊണ്ടിരിക്കുന്നവർ ക്രമേണ കടം തരാൻ തുടങ്ങി. എനിക്ക് തുണി തരുന്നവർ എനിക്ക് കടത്തിന് തുണി തരാൻ തുടങ്ങി, കാര്യം ഞാൻ ഒരു റെപ്യൂട്ടഡ് ആളാണ്. സോ ഞാൻ പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? തുണി വാങ്ങലാണ് പർച്ചേസ്. ഈ പർച്ചേസ് ഞാൻ കടത്തിന്, അതിനാണ് ക്രെഡിറ്റ് എന്ന് പറയും. കടം വാങ്ങുന്നതിനാണ് ക്രെഡിറ്റിന് വാങ്ങി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാനങ്ങ് ഡെവലപ്പ് ചെയ്തതിന് ഞാനങ്ങ് വലിയ ആളായപ്പോൾ എനിക്ക് തുണി കടത്തിന് കിട്ടിത്തുടങ്ങി. റെഡി ക്യാഷ് കൊടുക്കണ്ട. എനിക്ക് തുണികളെല്ലാം, എൻ്റെ പറയുന്ന സ്റ്റോക്കെല്ലാം, ഈ പറയുന്ന ഷർട്ടും പാൻറ്റും എല്ലാം കടത്തിന് കിട്ടിത്തുടങ്ങി. പൈസ പിന്നെ കൊടുത്താൽ മതി, ഇത്രയൊക്കെ ആണല്ലോ, പൈസ പിന്നെ കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ കടത്തിന് തുണി വാങ്ങുമ്പോൾ ഞാൻ കോയമ്പത്തൂരുള്ള മിസ്റ്റർ റാമിൻ്റെ നിന്നാണ് തുണി വാങ്ങുന്നത്. മിസ്റ്റർ റാം ഫ്രം കോയമ്പത്തൂർ. ഞാൻ തുണി കടത്തിനാണ് വാങ്ങുന്നത്, അതിനാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റാണ് കടം, കടത്തിൻ്റെ ഇംഗ്ലീഷാണ് ക്രെഡിറ്റിന് വാങ്ങുക എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കടത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണേ, ഞാനിവിടെ അഖിൽ എന്ന് എഴുതുവാണ്, എൻ്റെ പേര് ഞാൻ എഴുതുവാണ്, അഖിൽ എന്ന് എഴുതുവാണ്. ഓക്കെ, ഞാൻ മിസ്റ്റർ റാം, കോയമ്പത്തൂറുള്ള മിസ്റ്റർ റാമിൻ്റെ നിന്ന് തുണി കടത്തിന് വാങ്ങി തുടങ്ങി. ഒന്ന് ശ്രദ്ധിച്ചോണേ, പുള്ളിക്കാരൻ തുണി അടിച്ചിരുന്നിട്ട് പറയുവാണ് 2 മാസം കഴിഞ്ഞ് പൈസ തന്നാൽ മതി. അയാൾക്ക് എന്നെ വിശ്വാസമായി, 2 മാസം കഴിഞ്ഞ് പൈസ തന്നാൽ മതി. നമ്മളിങ്ങനെ കടത്തിന് സാധനം വാങ്ങിയിട്ട് അതിൻ്റെ പൈസ കൊടുത്ത് തീർക്കുന്നിടം വരെ ആ കടത്തിന് സാധനം തന്നയാളെ ക്രെഡിറ്റർ എന്ന് വിളിക്കാം. പുതിയൊരു ടേമാണ്, സിമ്പിൾ കാര്യമാണ്. ബിസിനസ്സൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ റെഡി ക്യാഷ് ഒന്നും ആയിരിക്കത്തില്ല, മിക്കവാറും എല്ലാം കടത്തിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കോയമ്പത്തൂരുള്ള മിസ്റ്റർ റാം എന്നിലുള്ള വിശ്വാസം കൊണ്ട് തുണി എനിക്ക് കടത്തിന് തന്നു തുടങ്ങി. ഞാൻ എന്നാണോ ഈ പൈസ കൊടുക്കുന്നത് ആ ദിവസം വരെ മിസ്റ്റർ റാം എൻ്റെ ക്രെഡിറ്ററാണ്. ആ വാക്ക് ഉപയോഗിക്കണം, ക്രെഡിറ്റർ എന്നൊരു വാക്ക് വരും. ഞാൻ പൈസ കൊടുക്കാനുള്ളയാൾ, അല്ലേ? ഞാൻ പൈസ കൊടുക്കാനുള്ളയാളാണ് എൻ്റെ ക്രെഡിറ്റർ. അപ്പോൾ ആ ക്രെഡിറ്റർ എന്ന വാക്കിന് വലിയ മീനിങ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ കടത്തിന് സാധനം വാങ്ങി പിന്നെ പൈസ കൊടുക്കത്തുള്ളൂ. പൈസ കൊടുക്കുന്നിടം വരെ അയാൾക്കൊരു വിളിപ്പേര് വേണം, അതാണ് ക്രെഡിറ്റർ. വലിയ സംഭവമൊന്നും അല്ല. ഓക്കെ, ഇനി ഞാൻ കടത്തിന് സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ കടത്തിന് സാധനം വിൽക്കുകയും കൂടെ ചെയ്യണ്ടേ. എനിക്ക് കടത്തിന് സാധനം കിട്ടുമ്പോൾ ഞാൻ കടത്തിന് സാധനം വിൽക്കുകയും ചെയ്യും. എൻ്റെ പേര് അഖിൽ എന്ന് എഴുതുവാണേ. ഞാൻ രാജു എന്നയാൾക്ക് കടത്തിന് സാധനം കൊടുത്തു. രാജുവിനോട് പറയുവാണ്, നീ ഇപ്പോൾ തൽക്കാലം കൊണ്ടുപോയിക്കോ, എനിക്ക് 1 മാസം കഴിഞ്ഞ് പൈസ തന്നാൽ മതി. ഞാൻ കടത്തിന് വിറ്റു.
ക്രെഡിറ്റ് സെയിലെന്ന് പറയും. നേരത്തെ പറഞ്ഞ എന്താ, അത് കടത്തിന് വാങ്ങി, ക്രെഡിറ്റ് പർച്ചേസ്. ഇത് ഞാൻ കടത്തിന് വിറ്റു, ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് മീൻസ് കടം, ക്രെഡിറ്റ് സെയിൽ എന്ന് പറയും. അപ്പം ഞാൻ കടത്തിന് വിറ്റ് 1 മാസം കഴിഞ്ഞേ പൈസ കിട്ടൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പൈസ കിട്ടുന്നത് വരെ ഞാൻ ഈ രാജുവിനെ ഡെറ്റർ എന്ന് വിളിക്കും. DEBTOR എന്നാണെങ്കിലും ഡെറ്റർ എന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഡെറ്റർ, ഡെബിറ്റർ എന്ന് വായിക്കേണ്ട, DEBTOR എന്നാണെങ്കിൽ നിങ്ങളത് ഡെറ്റർ എന്ന് വായിച്ചാൽ മതി. അപ്പോൾ ആരാ ഡെറ്റർ? നമ്മൾ സാധനങ്ങൾ കടത്തിന് വിറ്റു. ആ വാങ്ങിക്കൊണ്ട് പോയയാൾ എന്നാണോ പൈസ മടക്കി തരുന്നത് അതുവരെ അയാൾ എൻ്റെ ഡെറ്ററാണ്. DEBTOR ഡെറ്ററാണ്. അതാണ് റിലേഷൻ. അപ്പോൾ സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാം, നമുക്ക് ക്യാഷ് പർച്ചേസ് നടത്താം. കടത്തിനും സാധനം വാങ്ങാം. കടത്തിനാണ് സാധനം വാങ്ങുന്നതെങ്കിൽ അത് തന്നയാളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് വിളിക്കും. സാധനങ്ങൾ ക്യാഷിന് വിൽക്കാം, കടത്തിനും വിൽക്കാം. ക്യാഷിനാണ് വിൽക്കുന്നതെങ്കിൽ ക്യാഷ് സെയില്. ഇനി കടത്തിന്, അതായത് ക്രെഡിറ്റ് സെയിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആർക്കാണോ സാധനം വിറ്റത് അയാളെ നിങ്ങൾ ഡെറ്റർ എന്ന് വിളിച്ചോ. ഈ വിളിപ്പേരെല്ലാം ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞ ഒരിടത്ത് പോലും നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യവും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചവരാണല്ലോ, അത്യാവശ്യം ലോക വിവരമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യം നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ല, അയ്യോ അങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ഈ വാക്കുകളല്ല, ഈ വേർഡ്സ് അല്ല ഞാൻ പറയുന്നത്, ഈ സംഭവങ്ങൾ. അയ്യോ കടത്തിനൊക്കെ സാധനം വിൽക്കുമല്ലേ, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ പറയുമോ നിങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ കണ്ടുപരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. പിന്നെന്താ, കുറച്ച് വാക്കുകൾ പുതിയതായിട്ട് പഠിക്കണം. അത് നമ്മൾ കൊമേഴ്സുകാരൊന്ന് പഠിച്ച് വരണ്ടേ. അപ്പോൾ ക്യാപിറ്റൽ, അസറ്റ്, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ലൈബിലിറ്റി, കറണ്ട് ലൈബിലിറ്റി, ലോങ് ടൈം ലൈബിലിറ്റി, അല്ലേ. പിന്നെ ഇടയ്ക്ക് ഞാൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞു. എന്താ സ്റ്റോക്ക്? വിൽക്കാനായി എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് സ്റ്റോക്ക്. പിന്നെ പർച്ചേസ്, സാധനം വാങ്ങുന്നത്. അത് ക്യാഷിന് പർച്ചേസ് ചെയ്യാം, ക്രെഡിറ്റിനും പർച്ചേസ് ചെയ്യാം. ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്താൽ ആളെ ക്രെഡിറ്റർ എന്ന് വിളിച്ചോ. സെയിൽ, ക്യാഷിനും സെയിൽ നടത്താം, ക്രെഡിറ്റിനും സെയിൽ നടത്താം, അല്ലേ. കടത്തിനും വിൽക്കാമല്ലോ. അപ്പോൾ കടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ ആ വാങ്ങിക്കൊണ്ട് പോയ ആളെ ഡെറ്റർ എന്ന് വിളിച്ചോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇവിടെ എങ്ങും ഞാൻ നിങ്ങൾക്ക് പരിചയമില്ലാത്തതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ. ബുക്ക് തുറക്കാനും പറഞ്ഞിട്ടില്ല. ബുക്കൊക്കെ അടച്ചു പോയി, ടെക്സ്റ്റൊക്കെ അടച്ചു പോയി. വേണമെങ്കിൽ നോട്ട് ബുക്ക് എടുത്ത് വല്ലതൊക്കെ കുറിച്ച് പോയാൽ മതി. ടെക്സ്റ്റ് ഒന്നും തുറക്കാറായിട്ടില്ല, പറഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ എൻ്റെ ക്ലാസ് ഇങ്ങനെ പതുക്കെ അനങ്ങിയാൽ മതി. ഓക്കെ. അല്ലാതെ ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് വെച്ച് അതിൽ കിടക്കുന്ന എല്ലാം കൂടെ ബുക്കിലോട്ട് എഴുതി വെക്കാൻ ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവത്തില്ല. ഇത്രയും കാര്യം ഓക്കെയാണോ? അപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങുന്നിടം മുതൽ, ബിസിനസ്സിൻ്റെ തുടക്കം മുതൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നിടം വരെയുള്ള കഥ പറഞ്ഞു ആണല്ലോ. ഇനി പറയുന്നത് കേട്ടോ, അങ്ങനെ ബിസിനസ് തുടങ്ങുന്നിടം മുതൽ ബിസിനസ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നിടം വരെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ബുക്കിൽ കുറിച്ച് വെക്കണം. എന്താ പറഞ്ഞത്? ബിസിനസ് തുടങ്ങുന്നിടം മുതൽ ബിസിനസ് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ബുക്കിൽ കുറിച്ച് വയ്ക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ചുമ്മാ പെട്ടെന്ന് പറയാം. ക്യാപിറ്റലായിട്ട് 10 ലക്ഷം രൂപ കൊണ്ടുവന്നു, 2 ലക്ഷം രൂപയുടെ ലാൻഡ് വാങ്ങി, ഫർണിച്ചർ വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, സ്റ്റോക്ക് എടുത്ത് വെച്ചു. അതിനുശേഷം കമ്പ്യൂട്ടറിന് വേണ്ടി നമ്മൾ കൂട്ടുകാരൻ്റെ നിന്ന് കടം വാങ്ങി, മുകളിലൊരു നില കെട്ടുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. നമ്മുടെ സാധനങ്ങൾ ക്യാഷിനും വാങ്ങാറുണ്ട്, കടത്തിനും വാങ്ങാറുണ്ട്. സാധനങ്ങൾ ക്യാഷിന് വിൽക്കാറുണ്ട്, കടത്തിന് വിൽക്കാറുണ്ട്. ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിനും കൂടെ ചേർത്തിട്ടാണ് ബിസിനസ്സിന് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ നടന്ന എല്ലാ കാര്യവും ട്രാൻസാക്ഷനാണ്. ക്യാപിറ്റൽ കൊണ്ടുവന്നു, ലാൻഡ് വാങ്ങി, എണ്ണിക്കോ. 1 ക്യാപിറ്റൽ കൊണ്ടുവന്നു, 2 ലാൻഡ് വാങ്ങി, 3 ബിൽഡിംഗ് പണിഞ്ഞു, 4 ഫർണിച്ചർ വാങ്ങി, വാൻ വാങ്ങി, സ്റ്റോക്ക് വാങ്ങി, കടം വാങ്ങി, ബാങ്ക് ലോൺ എടുത്തു, ക്യാഷിന് വാങ്ങി, കടത്തിന് വാങ്ങി, ക്യാഷിന് വിറ്റു, കടത്തിന് വിറ്റു. ഇതെല്ലാം ബിസിനസ്സിൽ നടക്കുന്നതാണല്ലോ. അതിനെയാണ് നമ്മൾ ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നതെന്ന് പറയും. ബിസിനസ്സിനകത്ത് ട്രാൻസാക്ഷൻ നടക്കുന്നെന്നാണ് പറയുന്നത്. ഇതെല്ലാം ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, ഞാനിങ്ങനെ എണ്ണി പറഞ്ഞ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒരു പ്രത്യേക രീതിയിൽ, ഭംഗിയിൽ ബുക്കിലോട്ട് എഴുതി വെക്കണം. എന്താ പ്രശ്നം? ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നല്ല ഭംഗിയായിട്ട്, ഒരേ രീതിയിൽ, നല്ല വെടിപ്പായിട്ട് ബുക്കിലോട്ട് എഴുതി വെക്കണം. അതെങ്ങനെയാണ് എഴുതി വെക്കേണ്ടതെന്നാണ് നമ്മളിനി സബ്ജക്റ്റിലോട്ട് കയറാൻ പോണത്.
ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി തുടങ്ങിയ ഈ കാര്യങ്ങളെല്ലാം ബുക്കിൽ എഴുതണം. അതെങ്ങനെ എഴുതണം? അതാണ് നമ്മുടെ സബ്ജക്റ്റിലോട്ട് കയറേണ്ടത്. അതാണ് നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. മനസ്സിലായി? അപ്പോൾ എൻ്റെ തുടക്കമെല്ലാം കിട്ടിയല്ലോ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഓരോ ടേം ഉണ്ടല്ലോ, ക്യാപിറ്റൽ, ടാക്സറ്റ്, ഇത് നിങ്ങൾ ബുക്കിൽ എഴുതണമെന്ന് പോലും ഞാൻ പറയത്തില്ല. ഇതൊക്കെ ഞാൻ വഴിയെ നോട്ട് തരാം. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ട് തന്ന് തന്നെ പഠിപ്പിക്കാം. നമുക്ക് എല്ലാം നോട്ട് തന്ന് വിശദമായിട്ട് പഠിപ്പിക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ബിസിനസ് എന്താണെന്ന് ഐഡിയ തന്നു. എങ്ങനെയാണ് ഒരു ബിസിനസ് നടത്തി മുന്നോട്ട് പോകേണ്ടത് ഇത്ര മാത്രം മനസ്സിലായല്ലോ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും ആണല്ലോ. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനിടയ്ക്കിടയ്ക്കിടയ്ക്ക് കുറേ ഇംഗ്ലീഷ് വാക്കുകൾ വരും. പേടിക്കേണ്ട, വരട്ടെ, നമ്മളല്ലേ കൂടെ ഉള്ളത്. അതൊക്കെ ശരിയാക്കി തരാം. അപ്പോൾ നോട്ടൊക്കെ പിന്നെ തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, ഒരു 5 ക്ലാസ് ആയിരിക്കും സൗജന്യമായിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ട്യൂഷനായിട്ട് ലഭിക്കാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ കോൺടാക്റ്റ് ചെയ്താൽ എല്ലാ ചാപ്റ്ററുകളും വിശദമായിട്ട് തന്നെ ഇങ്ങനെ ഓരോ കാര്യകാരണ സഹിതം കൃത്യമായിട്ട് പഠിപ്പിച്ച് +2 ട്യൂഷന് പോകണ്ട എന്ന രീതിയിലാക്കി തരും. അത് ഗ്യാരണ്ടിയാണ്. +1 അക്കൗണ്ടിങ് പഠിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ അക്കൗണ്ടിങ്. +1 എല്ലാം കൂടെ കാണാതെ പിടിച്ച് വെച്ചാൽ അത് +1 പഠിച്ചെന്ന് വിചാരിച്ച് +2 വേറെയാണെന്ന് വിചാരിക്കും. അങ്ങനൊന്നുമില്ല. +1 അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ഇതുപോലെ മനസ്സിലാക്കി, ഇതിനൊക്കെ പിന്നീട് ലോജിക്കുണ്ട്, ആ കാര്യം മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, സോ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പലരും പറയുന്നുണ്ട്. സോ ഇതിപ്പോൾ 3ാമത്തെ ക്ലാസ്സാണ്. ഇനി 2 ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞാൻ തരും. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സുകൾ വേണമെങ്കിൽ ദയവ് ചെയ്ത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.